ഹായ്, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ കാണിക്കുന്ന സീരിയസ്നെസ് അവരും കാണിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. 1. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും, എന്നാൽ പ്രവൃത്തികളിൽ അത് കാണില്ല. നിങ്ങളെ കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ഞാൻ എന്നെക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യമായ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ മറ്റോ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ സ്വാഭാവികമായും അവരോട് പറയും. ഉടൻ തന്നെ അവരുടെ മറുപടി ഇങ്ങനെയായിരിക്കും: ഓ പൊന്നെ, എനിക്ക് ജോലി തിരക്കാടി. ഞാൻ പണിയെടുത്താലല്ലേ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയൂ. ഈ പ്രാവശ്യത്തേക്ക് എൻ്റെ മോൾ ആരേലും ഒന്ന് കൂട്ടിപ്പോയിക്കോ. അടുത്ത തവണ ചേട്ടൻ എന്തായാലും കൂടെ വന്നിരിക്കും. എൻ്റെ പെണ്ണാണ് വരും. സത്യം, ഇവിടെ ഇവർ വർക്ക് ചെയ്യിക്കുന്നത് സോപ്പിടൽ മെത്തേഡാണ്. അവർക്ക് നിങ്ങളോടൊപ്പം വരാനോ സമയം ചെലവഴിക്കാനോ വയ്യ. എന്നാൽ ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളെ പിണക്കാനും പറ്റില്ല. പാവം നിങ്ങൾ കരുതും, ശരിയാണ് ചേട്ടായി പറഞ്ഞത്, എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലല്ലോ, ജോലി തിരക്കായിട്ടല്ലേ. ഇവിടെ നിങ്ങളെ ഭംഗിയായി അവർ പറ്റിച്ചു കഴിഞ്ഞു. ഡിയേഴ്സ്, ഇനി രണ്ടാമത്തെ അടയാളം എന്താണെന്ന് നോക്കാം. സ്ഥിരതയില്ലാത്ത പെരുമാറ്റം. ഇടയ്ക്ക് ഉത്സാഹം കാണിക്കും, ഇടയ്ക്ക് മാറി നിൽക്കും. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ പോലെ. സ്നേഹിച്ചു കൊല്ലുകയുമില്ല, ഇട്ടെറിഞ്ഞു പോവുകയുമില്ല. ഇത്തരത്തിലുള്ളവരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഈ നിമിഷത്തിൽ സ്നേഹിച്ച് വിളിച്ച് നല്ല സംസാരിച്ച് കൂടെ നിന്നിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ അവർ എന്താകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു തരം കൂട്ടർ. ചില നേരത്തെ ഇവരുടെ പെരുമാറ്റം കണ്ടാൽ അവർ ഈ റിലേഷൻ മരണം വരെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നെന്ന് തോന്നും. മറ്റു ചിലപ്പോൾ അവർക്ക് ഈ ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന പോലെ നിൽക്കും. റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു എഫേർട്ടും ഇല്ലാത്ത പോലെ. ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് യാതൊരു സീരിയസ്നെസ്സും കാണിക്കാത്തവരുടെ ഒരടയാളമാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പോകേണ്ട ഡേറ്റ്, സ്ഥലം, ടിക്കറ്റിൻ്റെ ലഭ്യത എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. മറ്റേയാൾ ഒരു താല്പര്യവും കാണിക്കാതെ ജസ്റ്റ് മൂളുക മാത്രം ചെയ്യും. ഏതൊരു കാര്യത്തിൻ്റെയും എല്ലാ റിസ്ക്കും നിങ്ങൾ മാത്രമായിട്ട് ചെയ്യേണ്ടി വരും. അവർ കൂടെയുണ്ടെങ്കിലും എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്യം പോലെയാവും. അവർക്ക് അതിലൊന്നും ഒരു താല്പര്യവും കാണുകയില്ല. അവരുടെ ഭാഗത്ത് നിന്ന് അവർ ശ്രമിക്കുകയുമില്ല. എല്ലാറ്റിനും നീയാണ് ഉഷാറ്, നീ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നതാവും അവരുടെ ഒരു വർത്താനം. അവർക്ക് മടിയുടെ അല്ലെങ്കിൽ ആവശ്യമില്ലായ്മയുടെ അസുഖമാണ് ഗൈസ്. ഇനി നാലാമത്തെ കാര്യം, നിങ്ങളെക്കാൾ അവർ എപ്പോഴും മുൻഗണന നൽകുന്നത് ഫ്രണ്ട്സിനായിരിക്കും. ഫ്രണ്ട്സിനോടൊപ്പമുള്ള സമയം അയാൾ വളരെ ഹാപ്പി ആയിരിക്കും. ഫ്രണ്ട്സിനും വേണ്ടി എന്ത് ചെയ്യാനും അവർ മടി കാണിക്കില്ല. അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും അവർക്കൊരു മടി കാണത്തില്ല. നിന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി പോലും നിനക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ അവർ ശ്രമിക്കാതിരിക്കും. അവർക്ക് ജോലിയോ ഫ്രണ്ട്സോ ഒക്കെയാണ് വലുത്. നിങ്ങളോ നിങ്ങളുടെ സമയമോ ഒന്നും അവർക്കൊരു വിലയില്ലാത്ത പോലെയാവും. ഇവയാണ് ഈ 4 കാര്യങ്ങളാണ് ബന്ധത്തിൽ സീരിയസ്നെസ് കാണിക്കാത്തവരുടെ സൈനുകൾ. നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. നല്ല ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.